ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് ആധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനം. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. പ്രവാചകൻ ആത്മക്കണ്ണുകളിലൂടെ കാണുകയാണ്, അന്ധകാരം ഭൂമിയെ മൂടുകയാണ്. ഇന്ന് മനുഷ്യൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്, എത്ര അനുഗ്രഹിക്കപ്പെട്ട് ജീവിക്കാൻ കൊതിച്ചാലും ജീവിതത്തെ മൂടുന്ന അന്ധകാര ശക്തികൾ. പല വീടുകളും സമാധാനമില്ലാതെ, സ്വൈര്യതയില്ലാതെ, ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ചോദ്യചിഹ്നത്തോടെ ജീവിക്കുന്നവരുണ്ട്. അവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, നനയാത്ത നാഴികയിൽ ഒരു അന്ധകാരം വന്ന് ഞങ്ങളുടെ വീടിനെ മൂടുകയാണ്. ശാന്തമായി ജീവിക്കുന്ന പലരുടെയും ജീവിത അന്തരീക്ഷത്തിൽ അനുവാദം കൂടാതെ അന്ധകാരം വന്ന് കുടുംബങ്ങളെ മൂടി ഒളിക്കുമ്പോൾ പ്രവാചകൻ ആത്മക്കണ്ണുകളിലൂടെ പറയുകയാണ്, ആ അന്തരീക്ഷം മാറാൻ പോവാ. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ നിന്റെ മേൽ ഉദിക്കുവാൻ പോകുകയാണ്. സൂര്യൻ ഉദിക്കുന്നത് പോലെ, ചന്ദ്രൻ ഉദിക്കുന്നത് പോലെ ഇരുളിന്റെ പാളികളെ കീറിമുറിക്കുന്ന ഒരു പ്രകാശം നിന്റെ മേൽ ഉദിക്കുവാൻ പോകുകയാണ്. പർവ്വതമുകളിൽ മോശ കയറിപ്പോയി ദൈവത്തോടൊപ്പം ചില ദിവസങ്ങളിൽ കഴിച്ചുകൂട്ടി. 40 പകലും 40 രാത്രിയും ആഹാരം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പർവ്വതമുകളിൽ മോശയായിരുന്നു. താഴെ ഭൂമിയിൽ അന്ധകാരത്തിന്റെ ഇരുട്ടുകൾ മനുഷ്യ മനസ്സുകളെ കീഴടക്കി ജയിച്ചു കൊണ്ടിരിക്കുമ്പോൾ പർവ്വതമുകളിൽ നിന്ന് മോശ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച പുറപ്പാട് പുസ്തകത്തിൽ നിന്നും പഠിക്കുന്നുണ്ട്. ഇറങ്ങി വരുമ്പോൾ ജനം കാണുന്ന ഒരു കാഴ്ച, മോശയുടെ ത്വക്ക് പ്രകാശിച്ചിരിക്കുന്ന കാഴ്ച. അന്ധകാരം സകലത്തെയും മൂടിയൊളിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നവന്റെ മേൽ ദൈവത്തിന്റെ തേജസ് ഉദിക്കുവാൻ തുടങ്ങി. ഈ ദിവസങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം, അന്ധകാരം മൂടുന്നിടത്ത് ഒരു വെളിച്ചമായി വെളിപ്പെടാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുക. യേശു ഒരിക്കൽ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. മറ്റൊരിക്കൽ യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഈ ദിവസങ്ങളിൽ അന്ധകാരം മൂടുന്ന ലോകത്തിൽ യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്നുള്ള ഉറപ്പും ധൈര്യവും ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിൽ ദൈവത്തിന്റെ വചനത്തെ പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാൻ സമയമായെന്ന് ഫിലിപ്പിയ സഭയോട് പൗലോസ് പറഞ്ഞത് സ്വീകരിച്ചുകൊണ്ട് ഇന്ന് പ്രഭാതം ഈ ദൂതിനെ നമുക്ക് ഏറ്റെടുക്കാം. കർത്താവേ, ഞങ്ങളുടെ മേലെന്ന് ഉദിക്കണമേ. കണ്ണുകളെ അടച്ചു പ്രാർത്ഥിക്കുക. കർത്താവേ, അന്ധകാരം മൂടുന്ന ഭൂമിയിൽ അന്ധകാരം ഞങ്ങളെ പിടിക്കാതവണ്ണം കർത്താവെ അങ്ങ് ഞങ്ങളുടെ മേൽ ഉദിച്ച് അനേകരുടെ നടുവിൽ ഒരു പ്രകാശമാക്കി മാറ്റണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. യഹോവ നിശ്ചയമായും നിന്റെ മേൽ ഉദിക്കും. ഗോഡ് ബ്ലസ് യു.